കരിയർ വെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പബ്ലിഷ് ചെയ്ത ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനാണ്. ഇന്നലെ ആയിരുന്നു ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ ആയിരുന്നു. മാർച്ച് 2 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് ജനുവരി 31 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 2 വരെ ഉണ്ട്. അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് മാർച്ച് 4 വരെ ചെയ്യാം. ഇൻ കേസ് കറക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ മാർച്ച് 5 മുതൽ മാർച്ച് 14 വരെ വിൻഡോ ഓപ്പൺ ആയിരിക്കും. സ്ക്രൈബ് കാൻഡിഡേറ്റ്സിന് അവരുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ടൈം മാർച്ച് 15 മുതൽ മാർച്ച് 19 വരെയാണ്. ലെവൽ 1 ഓഫ് 7th CPC പേ മാട്രിക്സിൻ്റെ ഗ്രൂപ്പ് ഡി ലെവൽ നോട്ടിഫിക്കേഷനാണ് ഒഫീഷ്യലി RRB പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യൽ പേ 18,000 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏജ് 18 to 33 ഇയേഴ്സ് ആണ്. റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓരോ കാറ്റഗറി വൈസ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ടോട്ടൽ വാക്കൻസീസ് 22,195 ആണ്. അത് ഓരോ സോണിലും ടോട്ടൽ വാക്കൻസി സോൺ വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ സോണിലുള്ള വാക്കൻസിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 22,195 ആണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്, സ്റ്റേജസ് ഓഫ് എക്സാം, സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. Railway administration, however, reserve the right to conduct the CBT in either single or multi-stage mode. ദെൻ അതിനുശേഷം CBTയിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അതിനുശേഷം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. കോൾ ലെറ്റേഴ്സ് അതായത് RRB സൈറ്റ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റേറ്റ് PSC എക്സാം ഒക്കെ പോലെ തന്നെ 3 മാർക്കിൽ അതായത് 1/3 മാർക്ക് ഫോർ എവരി റോങ് ആൻസർ 3 മാർക്ക് 1/3 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ദെൻ ഇങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ്. ഫുൾ വായിച്ചു നോക്കുക. ഇതിൽ PWD കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ് ഫിസിക്കൽ ആസ്പെക്റ്റ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നാഷണാലിറ്റി, എ കാൻഡിഡേറ്റ് മസ്റ്റ് ബി എയ്തർ സിറ്റിസൺ ഓഫ് ഇന്ത്യ, സിറ്റിസൺ ഓഫ് നേപ്പാൾ, എ സബ്ജക്റ്റ് ഓഫ് ഭൂട്ടാൻ. നാഷണാലിറ്റി പറയുന്നു. ദെൻ ഏജ് ലിമിറ്റ്, റിലാക്സേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ OBC നോൺ ക്രീമിലെയറിന് എങ്ങനെയാണ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, SC ST ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് കാറ്റഗറീസ് എങ്ങനെയാണ് റിലാക്സേഷൻ ഉള്ളതെന്ന് ആ ടേബിളിൽ പറയുന്നുണ്ട്. OBC 3 years വരെയാണ്, SC ST 5 years വരെ പറയുന്നുണ്ട്. ദെൻ എക്സ് സർവീസ് മാൻ വിത്ത് അറ്റ്ലീസ്റ്റ് 6 months സർവീസ് ആഫ്റ്റർ അറ്റസ്റ്റേഷൻ. എക്സ് സർവീസ് മാൻ്റെ UR, OBC, SC ST ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹു ആർ വിഡോ കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവേഷൻ അലോ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഓൾറെഡി ഹാവ് ദ എഡ്യൂക്കേഷണൽ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ CEN ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ്. അത് നമ്മൾ 2/3/2026 ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ്. അതിൻ്റെ ഉള്ളിൽ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ദെൻ എക്സാമിനേഷൻ ഫീ ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് 500 ആണ് പറയുന്നത്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മാൻ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC കാൻഡിഡേറ്റ്സിനും 250 ആണ് ഫീ പറയുന്നത്. പാസ്ബുക്ക് അത് റീഫണ്ട് ആയിരിക്കും. റീഫണ്ടിനെ കുറിച്ച് താഴേക്ക് പറയുന്നു. റീഫണ്ട് ഓഫ് എക്സാമിനേഷൻ ഫീ, ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ട് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ എക്സാമിനേഷൻ ഫീ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഡീറ്റെയിൽസാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇപ്പോൾ നല്ലൊരു അവസരമാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. 10th ക്വാളിഫിക്കേഷനെ പറയുന്നുള്ളൂ. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയുന്നു. ഓൺലി 1 ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ എനി ഓഫ് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ്. RRBയുടെ ഡിഫറെൻറ്റ് സോണിലായിരിക്കും. ഡിഫറെൻറ്റ് സോണിന് ഡിഫറെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഷോൾ കംപ്രൈസ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. അതൊരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ,
മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയായിരിക്കും ഒരു 4 സ്റ്റേജ് ഉണ്ടെന്ന് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ അവർ പറയുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാമിനേഷൻ 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറായിരിക്കും. സിലബസ് ജനറൽ സയൻസ് 25 മാർക്ക്, മാത്തമാറ്റിക്സ് 25 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. There will be negative marking and 1/3 marks shall be deducted for each wrong answer. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്സ് സിലബസ് എന്താണ് ഇവർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, സിലബസ് എന്തൊക്കെയാണെന്ന് പറയുന്നു. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആണ് പറയുന്നത്. ഹൗ ടു അപ്ലൈ, ഒരു RRB സൈറ്റ് സോൺ വഴി, അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ദെൻ അപ്ലൈ ചെയ്യായിരിക്കും വേണ്ടത്. ഗൈഡ് ലൈൻസ് നോട്ടിഫിക്കേഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സദേൺ റെയിൽവേ ഓരോ സോൺ വൈസ് അവർ സെപ്പറേറ്റ് വാക്കൻസി ടേബിളായിട്ട് നോട്ടിഫിക്കേഷനിൽ കാണിച്ചിട്ടുണ്ട്. സദേൺ റെയിൽവേയുടെ വാക്കൻസി ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. 10 പോസ്റ്റുകൾ പറയുന്നു. അതിൽ UR, SC, ST, OBC, EWS ടോട്ടൽ എത്ര വാക്കൻസി, ഏകദേശം 556 വാക്കൻസി വരുന്നുണ്ട്. ട്രാക്ക് മെയിൻ്റനറിനൊക്കെ നിങ്ങൾ മിക്കവാറും സദേൺ റെയിൽവേ ആയിരിക്കും അപ്ലൈ ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ടേബിൾ എടുത്ത് കാണിച്ചത്. ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ ഖൊരഗ്പൂർ, ന്യൂഡൽഹി ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ടേബിളായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വാക്കൻസി എവിടെയാണോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ലിങ്ക് ഞാൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതായത് RRB ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നല്ലൊരു അവസരമാണ്, ആരും മിസ്സാക്കരുത്. സെൻട്രൽ ഗവൺമെൻറ് പെർമനൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ആകെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. അത് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കരിയർ വെബിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.